എന്താ ഹംസക്ക ഒറ്റയ്ക്ക് പൊരും പീടി നോക്കിന് കാര്യം ആലോചിച്ചിട്ട് ഇപ്പൊ ടെൻഷൻ ആവുന്നില്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ കൃഷിമാരി അത്ര എളുപ്പമല്ല കച്ചവടം. ഒലക്ക ഇത് വേണോടോ? വേണോന്നോ? പീടിയ പൂട്ടിയുള്ളത് നടക്കൂല. ഞാൻ ചോദിച്ചതല്ല, ഈ പോക്ക് വേണോന്ന്. വേണം ഹംസക്ക. ആ, എന്താ എൻ്റെ തീരുമാനം? ആടെ പോയി ഉമ്മാനെ കണ്ടുപിടിക്കണം, വാപ്പ പറഞ്ഞ പൈസ ഏൽപ്പിക്കണം, പിന്നെ 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 ഓരിടയ്ക്ക് കൂട്ടിക്കൊണ്ടുവരണം. ഇത് വല്ലതും നടക്കുമോ? നമ്മള് വിട്ട റോക്കറ്റ് വരെ ചൊവ്വയിലെത്തി. ഇത് നടക്കുന്നു. ഐതിരിക്ക പറയില്ല എപ്പോഴും പോസിറ്റീവ് വയ്ക്കണമെന്ന്. എന്നാ ശരി, നിങ്ങൾ ഇഷ്ടം പോലെ ആവട്ടെ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട, കച്ചവടം ശരിക്കും നോക്കണം. ഓക്കെ, ശരി ഹംസക്ക. പോയി പോയി വാ. ഹമീദേ, എന്താ ഇവിടെ? ഞാൻ ഈടെ ഇടയ്ക്ക് വരാറുണ്ട്. ചെറുപ്പം പോലെ വാപ്പ എന്നെ ഇവിടെ കൊണ്ടുവരും. ഇപ്പൊ ഞാൻ കുറച്ച് സാധനം കൊടുക്കാൻ വന്ന. വേഷം നന്നായിണ്ടല്ലോ. ഇഷ്ടായോ? അന്ന് പെണ്ണുകാണലിന് വന്നപ്പോ ഞാൻ കരുതിയത് ഇങ്ങളാളൊരു പഴഞ്ചനാണെന്ന്. അയ്യോ, ഞാൻ സാധാരണ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടാറുള്ളത്. അന്ന് ബീര നിർബന്ധിച്ചിട്ടാ ആ ഡ്രസ്സ് ഇട്ടത്. ഇനിയിപ്പോ അതുകൊണ്ടാണോ അന്ന് വാപ്പ നിക്കാതെ വേണ്ടെന്ന് പറഞ്ഞത്? ബീരാൻ ഓർമ്മയില്ലേ? വാ, സൂക്ഷിച്ചു വാ. അമീത മുട്ട പപ്സ് കിട്ടിയില്ല. എക്സാൻഡ്വിച്ച് കിട്ടിയില്ലല്ലേ? SLC ഫെയിൽഡ്, അത്ര വിദ്യാഭ്യാസക്കുറവുണ്ട്. അതാണ്. ഇതെങ്ങോട്ടാ ബാഗ് കയറ്റി പോണേ? കോഴിക്കോട് വരെ പോവാ, ഉമ്മച്ചിയുടെ വീട്ടിലേക്ക്. ആഹാ, ഞങ്ങളും കോഴിക്കോട്ടേക്ക്. എന്നാ പിന്നെ ഒരുമിച്ച് പോയാലോ? അത് വേണോ? എന്താ? അല്ല, വാപ്പ പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കില്ലേ? ഹമീദിന് പേടിയുണ്ടോ? ഭയങ്കര പേടിയാ. എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ പോന്നോട്ടെ? എന്നാ ഞാനും വരാൻ കൂടെ. എന്നാ കേറ്. കുഴപ്പമില്ല. കേറി. അവിടെ ഇല്ല, ഇവിടെ. ഓ, വേഗം വണ്ടി എടു. വേഗം പോയിട്ട് എന്തിനാ? ധൃതിയുണ്ടോ? എനിക്ക് ധൃതിയില്ല. എനിക്കും അത്ര ധൃതിയില്ല കേട്ടോ. പിന്നെ പോവാതെന്നാലോ? പോണം, മെല്ലെ പോയാ മതി. ഹമീദ് എന്നെ എപ്പോഴാ ആദ്യമായിട്ട് കണ്ടേ? അന്ന് പെണ്ണ് കാണലിന്. പക്ഷേ ഞാൻ ഹമീദിനെ അതിനു മുമ്പ് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. സത്യം? ആ, ശരിക്കും എന്തിനു വേണ്ടിട്ടാ ഈ യാത്ര? എൻ്റെ വാപ്പാക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഓരെ കാണണം, അതിലാരാണ് എൻ്റെ ഉമ്മ എന്നറിയണം. എനിക്കൊരു ഉമ്മ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ യത്തീമാണെന്ന് ആരും പറയില്ലല്ലോ. അത് മാത്രമേ ഉള്ളോ? പിന്നെ 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 യത്തീമല്ലാണ്ടായി കഴിഞ്ഞാൽ ചില കാര്യങ്ങളുണ്ടല്ലോ. 3 ദിവസമായി തലശ്ശേരിയിൽ നിന്ന് പോയിട്ട് എന്നാ ഇപ്പൊ കോഴിക്കോട് എത്തി. ബീരാനെ മഫ്റ്റിയിൽ ഒന്ന് ചെക്കിങ് ആണോ? ഡോറിലോട്ടാണോ? കണ്ടാറിനോട് എൻ്റെ വണ്ടി. നിന്റെ വണ്ടിയോ? ഇവൻ്റെ. ആ, എൻ്റെ വണ്ടിയാ. എന്തേ? തലശ്ശേരിയിലെ? ആ, തലശ്ശേരിന്നാണ്. ആ ഇദ്രാസാന്റെ മോനാണ്. ഹമീദ എന്നെ മനസ്സിലായില്ലേ? ഹെൽമെറ്റ് വെച്ചാൽ എങ്ങനെയാ നാളെ മനസ്സിലാവുക? ഓ സോറി. ശിവൻകുട്ടി, ശിവേട്ടൻ. ശിവേട്ടാ മനസ്സിലായില്ലേ? ഹെൽമെറ്റ് വെച്ചോളി. അല്ല, നീ ഏതാ? ഞാൻ ഓടിനോളാ. അല്ല, എന്താ ഇവിടെ? ഞങ്ങളിവിടെ ഒരാളെ അന്വേഷിച്ചു വന്നതാ. ആരെ അന്വേഷിച്ച് വന്നാലും ശരി, ആശാന്റെ മോൻ കോഴിക്കോട് വന്നിട്ട് നമ്മുടെ പുരയിലും കടയിലും കയറാതെ പോകാൻ പറ്റില്ല. വണ്ടിയൊക്കെ അല്ലേ? കുഴപ്പമുണ്ടായിരുന്നു, ഞാൻ തൊട്ടപ്പോ. ഓക്കെ, എന്നാ ഫോളോ മീ. കം ഓൺ. ആരാടോ? പാപ്പേ, എന്റെ ഉമ്മ ഉണ്ട് അതേമാതിരി. എന്റെ വണ്ടിയുടെ പുറകെ പോരും കേട്ടോ. എന്തായാലും ലാഭം തന്നെ. നല്ല പേരല്ലേ? അണ്ടിപ്പരിപ്പിന്റെ പിടിയല്ലേ, കുറച്ച് എന്തായാലും തിന്നണം. ഈ സീനത്ത് നിങ്ങളെ പെണ്ണുങ്ങളെ പേരായിരിക്കും? അല്ലല്ല മോളാ? അല്ല, ഒരു സെക്കൻഡ്, എനിക്കൊരു കോൾ ചെയ്യണ്ട. ഹലോ, മതമൈത്രിയാണല്ലോ. കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും. ഹംസക്കല്ലേ പാൻ്റൊക്കെ ഇട്ടിട്ട്?
അവളാ ആ കുട്ടി ഞാനല്ലേ? ആണോ? ആ ഞാനാണ്. ഇതെപ്പോ എടുത്തു? ശരി ശരി ശരി, ഞാൻ വിളിക്കാം. ഓർമ്മയുണ്ടോ? കടയുടെ ഉദ്ഘാടനത്തിന് അടുത്താണ്. എങ്ങനെ ഓർമ്മ? ചെറിയ പയ്യല്ലേ? അല്ല, വാപ്പൻ എങ്ങനെയാ പരിചയം? വാപ്പ എനിക്ക് ആശാൻ ദൈവത്തെ പോലെയാണ്. ആശാന്റെ കടയിൽ നിന്നാണ് ഞാൻ എൻ്റെ ലൈഫൊക്കെ തുടങ്ങിയത്. അവിടുത്തെ പണിക്കാരനായിരുന്നു ഞാൻ. അല്ല, എന്നിട്ട് നിങ്ങളെ മരിപ്പിന് കണ്ടില്ല അല്ലേ? മരിച്ചവരെ സന്തോഷത്തോടു കൂടി യാത്രയാക്കണമെന്ന് ആശാൻ എപ്പോഴും പറയും. അവിടെ വന്നാൽ ഞാൻ കരഞ്ഞു പോകും. അപ്പോ വാപ്പയും മരിപ്പിന്റെ ഡയലോഗ് എല്ലായിടത്തും പറയാറുണ്ടല്ലേ? അതൊക്കെ പോട്ടെ. നിങ്ങൾ എന്തിനാ വന്ന? ആരോ കാണണമെന്നോ അന്വേഷിച്ചാന്ന് പറഞ്ഞേ? അത് പിന്നെ ഇപ്പൊ എന്റെ ഉമ്മാനെ കണ്ടുപിടിക്കാൻ വേണ്ടി വന്നാ. ഇപ്പൊ റംലത്തിന്റെ അടുത്ത് നിന്നാണോ അതോ ആശാന്റെ രണ്ടാമത്തെ ഭാര്യയുടെ അടുത്ത് നിന്നാണോ കൊണ്ടുവന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഒരു യാത്ര കഴിഞ്ഞ് ആശാൻ വരുമ്പോൾ ആശാന്റെ കയ്യിലൊരു കൈക്കുഞ്ഞുണ്ടായിരുന്നു. അതാണ് ഈ ഹമീദ്. യാത്രയാ? ആ. എങ്ങോട്ട്? അല്ല, കടയിലെ സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് ഒരുപാട് യാത്രകൾ പോകാറുണ്ട്. പിന്നെ ഈ ആശാൻ ഈ കലകളോടൊക്കെ ഒരു താല്പര്യം ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് അങ്ങനെ കുറേ കറക്കങ്ങൾ ഞാനും പോയിട്ടുണ്ട് കുറേ കൂടെ. എവിടേക്ക് ഞങ്ങൾ പോകല്? അല്ല, അങ്ങനെ ചോദിച്ചാൽ ഇപ്പം ജയ്പൂർ, മീററ്റ്, ബോംബെ, ലക്നൗ, അങ്ങനെ കുറേ കറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കള്ളു കുടിച്ച് എന്തെങ്കിലും പിച്ചും പോയി പറയില്ലെന്ന്. എൻ്റെ അറിവിൽ ആശ നാട് വിട്ട് പുറത്തു പോയില്ല. ഞാൻ തന്നെ ഒരു പ്രാവശ്യം ലുലുമാളിലേക്ക് വിളിച്ചിട്ട് വന്നില്ല. പിന്നെയല്ലേ ലക്നൗ. മിണ്ടാണ്ടിട്ട് വീരാനെ. അതെ ശിവേട്ടാ, ശിവേട്ടന് വാപ്പാടെ ഭാര്യമാരെ നേരിട്ടറിയാവാ? ബെസ്റ്റ്. നിന്റെ ഹംസക്കാക്കയില്ലേ, മൂപ്പർക്ക് പോലും അറിയാത്ത കാര്യങ്ങൾ അതൊക്കെ. ഇച്ചിരി വെള്ളം എടുത്തിട്ട്. അനക്ക് തലയ്ക്കെന്തോ തറാറുണ്ടോ? അയാളോട് ഇതൊക്കെ ചോദിക്കാൻ. അയാൾക്ക് ഇതൊന്നും അറിയില്ല. മൂപ്പര് കേൾക്കും. ദേ, നല്ല ഉഗ്രം ബിരിയാണി കൂട്ടാണ്. ബിരിയാണിയുടെ മേലെ ജുമ്മ എന്ന് വിതറിയാൽ മതി. സീനത്ത്സ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് സ്പൈസസ്. ശിവേട്ടാ, നിങ്ങളെന്താ കല്യാണം കഴിക്കാത്തെ? ആഗ്രഹിച്ച സമയത്ത് നടന്നില്ല. പിന്നെ അതിൻ്റെ പുറകെ നടക്കാനൊന്നും തോന്നിയില്ല. ഈ സീനത്തായിട്ട് നിങ്ങൾ കടുത്ത പ്രേമത്തിലല്ലേനോ? ഇന്റർകാസ്റ്റ് ആയതുകൊണ്ട് നടന്നില്ല. അതല്ല സത്യം. നല്ല സങ്കടം ഉണ്ടല്ലേ? ഈ കല്യാണം എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും അത് കഴിക്കാതിരിക്കരുത്. എന്തേ, നിനക്ക് കല്യാണം കഴിക്കണം? അതിന്റെ ഭാഗമായിട്ടല്ലേ ഞങ്ങൾ കോഴിക്കോട്ടേക്ക് വന്നത്. ആഗ്രഹം തോന്നി കഴിഞ്ഞാൽ പിന്നെ ഒട്ടും താമസിപ്പിക്കരുത് കേട്ടോ. അപ്പം കെട്ടിക്കണം. ഇല്ലേ മൂപ്പരമാതിരി ആയിപ്പോ. ഇത് വയലോട്ട് വെച്ചു.